Alhamdulillah Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Ashhadu an la ilaha illallah wa ashhadu anna Muhammadan abduhu wa rasuluhu. Arsalahu bil huda wa dinil haqq liyudhhirahu 'ala ad-din kullihi walau karihal musyrikun. اللهم صل على محمد وعلى آل محمد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അല്ലാഹുവിൻ്റെ ദീനിനെ കുറിച്ച് അറിയുവാനും പഠിക്കുവാനുമുള്ള ഒരവസരം നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ചുള്ള വിജ്ഞാനം കരഗതമാക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ അവർ ഫീ സബീലില്ലയാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് എന്നാണ്. മാത്രമല്ല സഹലല്ലാഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അത് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എളുപ്പമാക്കി കൊടുക്കും എന്നാണ്. അപ്പോൾ അത്രയും മഹത്തരമായ ഒരു സംരംഭത്തിലാണ് നാം കണ്ണു ചേർന്നിട്ടുള്ളത്. പരിശുദ്ധ ഇസ്ലാം നമ്മുടെ മുമ്പിലുള്ള ഏക രക്ഷാമാർഗമാണ്. രക്ഷാമാർഗങ്ങളിൽ ഒന്നല്ല, ഏക രക്ഷാമാർഗം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ്. അപ്പോൾ റബ്ബിങ്കൽ സ്വീകാര്യമായ മതം അതൊന്നു മാത്രമാണ്. അതുകൊണ്ട് ലോകത്തുള്ള ജനങ്ങൾക്ക് മുഴുവനും അംഗീകരിക്കാൻ പറ്റുന്ന, സ്വീകരിക്കാൻ പറ്റുന്ന മഹത്തായ ഒരു ആദർശമാണ് ഇസ്ലാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച ഒരു മതമല്ല ഇസ്ലാം എന്ന് നമുക്കറിയാം. മനുഷ്യാരംഭം മുതൽ ഇവിടെയുള്ള മതത്തിൻ്റെ അന്തിമ പ്രവാചകനാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടുവന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഈ പരിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമാകുന്ന അടിസ്ഥാന പ്രമാണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിനെ അംഗീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് പൂർണ്ണമായ സന്മാർഗം പരിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും പ്രദാനം ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അല്പസമയം ചർച്ച ചെയ്യുവാനുള്ളത് അഭിപ്രായ ഭിന്നതകൾ വന്നാൽ എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയങ്ങൾ വലിയ താല്പര്യമാണ്. അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയങ്ങൾ പറഞ്ഞാൽ അവരോട് നല്ല പ്രസംഗം കേട്ടോ, നല്ല പ്രസ്ഥാനം കേട്ടോ, നല്ല ആളുകൾ കേട്ടോ, എന്താണ് അവർ ആരെയും വിഷമിപ്പിച്ചിട്ടില്ല എന്ന് പറയും. നമ്മുടെ നാട്ടിൽ നമസ്കാരത്തെക്കുറിച്ചൊരു വയല് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? നോമ്പിനെ കുറിച്ച് അടുത്ത ദിവസം വയല്, ഹജ്ജിനെ കുറിച്ച് വയല്, ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല, നല്ല വയലെന്ന് പറയും. അതേ സന്ദർഭത്തിൽ ഈ നല്ലതൊക്കെ സ്വീകരിക്കണമെങ്കിൽ നാം സ്വീകരിക്കേണ്ട വിശ്വാസം എന്താണ്, ആചാരം എന്താണ് എന്ന അടിസ്ഥാനപരമായൊരു വിഷയമുണ്ട്. അത് ഉൾക്കൊള്ളാതെ നമ്മുടെ ഈമാൻ ശരിയാവുകയില്ല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവിടുത്തെ ശത്രുക്കൾ പറഞ്ഞത് ഫർറഖ ഖുറൈശ്, മുഹമ്മദ് നബി ഖുറൈശികളെ ഭിന്നിപ്പിച്ചു എന്നാണ്. റസൂലുള്ളാഹി കുടുംബത്തെ തെറ്റിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആ തരത്തിലുള്ള ഒരു കുഴപ്പവും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഭിന്നിപ്പിന്റെ ആള് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പേര് കിട്ടിയത് എന്തുകൊണ്ടാണ്? ആരാധനകൾ പലതരത്തിൽ എല്ലാ കാലത്തും പല രൂപത്തിൽ നിലവിലുണ്ട്. അതൊന്നും പറഞ്ഞതിന്റെ പേരിലല്ല ഭിന്നിപ്പുകാരൻ എന്ന പേര് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയിട്ടുള്ളത്. മറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം
അടിസ്ഥാനപരമായ ഐക്യത്തിന്റെ സന്ദേശം പറഞ്ഞു. ഉക്കാദ് ചന്തയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കല്ലിന്റെ മുകളിൽ കയറിയിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളെ, നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ച റബ്ബിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കുവാൻ പാടുള്ളൂ. ഈ പറഞ്ഞ വാക്കിൽ എന്താ കുഴപ്പം? ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബിനെ മാത്രം എന്നെ ആരാധിക്കണമെന്ന് മുഹമ്മദ് റസൂൽ പറഞ്ഞിട്ടില്ല. മുഹമ്മദ് നബിയെ കാക്കണേന്ന് വിളിക്കണം, മുഹമ്മദ് നബിയാകുന്ന എനിക്ക് നേർച്ച നൽകണമെന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ എല്ലാവരുടെയും സൃഷ്ടാവായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. അത് അവർക്ക് എതിരായി തോന്നി. കാരണം അള്ളാഹുവിനോടൊപ്പം ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും ലാത്തയെയും മുസ്സയെയും മനാത്തയെയും ഒക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരായിരുന്നു അവർ. ആ ആരാധനകളെല്ലാം ഒഴിവാക്കി റബ്ബിനെ മാത്രം ആരാധിക്കണം എന്നൊരു സന്ദേശമാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പോൾ ഈ സന്ദേശം ശരി, ഏതായാലും മുശ്രിക്കുകൾക്ക് ഇഷ്ടമില്ലല്ലോ, അവർക്ക് താല്പര്യമില്ലല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തോ? ഏതായാലും ആർക്കും ഒരു വിഷമവും വേണ്ട, ഞാൻ ജനങ്ങളോട് നിസ്കാരത്തെക്കുറിച്ച് പറയട്ടെ, നോമ്പിനെ കുറിച്ച് പറയട്ടെ എന്ന് ഹബീബ് തീരുമാനിച്ചോ? ഇല്ല. മറിച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നമസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ സ്വീകരിക്കണമെങ്കിൽ ഇസ്ലാം കാര്യങ്ങളിൽ നമ്മൾ ഒന്നാമതായി എണ്ണി പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകണം. ആ കലിമത്ത് തൗഹീദ് ശരിയായാൽ മാത്രമേ നമസ്കാരം സ്വീകാര്യമാവുകയുള്ളൂ. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതിനെ പറയാതിരിക്കലല്ല പരിഹാരം, മറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്ന് ഖുർആനും ഹദീസും പറഞ്ഞോ അങ്ങനെ പരിഹരിക്കലാണ് പ്രധാനം. ഒരാൾക്ക് ക്യാൻസർ വന്നു. ക്യാൻസർ വരുമ്പോ ആ ക്യാൻസർ എന്ന് പറയുന്ന അസുഖത്തിനുള്ള ചികിത്സ അല്പം പ്രയാസകരമാണ് എന്ന് കരുതി ക്യാൻസർ വന്നത് ആരോടും പറയണ്ട, ക്യാൻസറിന് ചികിത്സയും വേണ്ട. അത് പരിഹാരമാണോ? പരിഹാരമല്ല മാത്രമല്ല, പ്രശ്നമാണ്. അവസാനം നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ആ രോഗി എത്തിപ്പെടുകയും ദാരുണമായി വേദന സഹിക്കുന്ന രംഗം നമ്മൾ കാണുകയും വേണ്ടിവരും. അപ്പോൾ ക്യാൻസറിന് ചികിത്സിക്കേണ്ടതില്ല എന്നതും ക്യാൻസർ ആണെന്ന് ആരോടും പറയേണ്ടതില്ല എന്നതും അടിസ്ഥാനപരമായ പരിഹാരമല്ല. ഇതുപോലെ ജനങ്ങൾ എന്തെങ്കിലും ആവട്ടെ, ആരെയും നമ്മൾ വിഷമിപ്പിക്കണ്ട, ആരെയും നമ്മൾ പിണക്കണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാമായിരുന്നു മരണത്തോടുകൂടി ജീവിതം അവസാനിച്ചിരുന്നുവെങ്കിൽ. മരിച്ചാൽ പിന്നെ ഒന്നുമില്ല എങ്കിൽ നമുക്ക് അവിടെ അവസാനിപ്പിക്കാമായിരുന്നു. അങ്ങനെയല്ലല്ലോ. മരണാനന്തരം ഒരു ജീവിതം റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു എന്നതുകൊണ്ട് തന്നെ മരണാനന്തര ജീവിതത്തിൽ രക്ഷക്കനിവാര്യമായ സന്ദേശം നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. അതാണ് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. ജനങ്ങൾ പോകുന്നിടത്തേക്ക് തിരിഞ്ഞു നിന്ന് അങ്ങനെയല്ല ഇങ്ങനെ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഇബ്രാഹിം നബി മഹാനാണ്, ഇസ്മായിൽ നബി മഹാനാണ്. മഹാന്മാരെ ആദരിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം. ആദരിക്കലും സ്നേഹിക്കലും ബഹുമാനിക്കലും അവരെ വിളിച്ചു പ്രാർത്ഥിക്കലോ അവർക്ക് നേർച്ച കൊടുക്കലോ വഴിപാട് കൊടുക്കലോ അല്ല, മറിച്ച് അവർ പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച് അവന് മാത്രം നേർച്ചകളും വഴിപാടുകളും കൊടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസൃതമായി ജീവിക്കലാണ് മഹാന്മാരെ സ്നേഹിക്കൽ എന്ന് പഠിപ്പിച്ചു. ഇന്ന് ളുഹറിന് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യണം, അത്തഹിയാത്തിൽ ദുആ ചെയ്യണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അല്ലാഹുവേ മുഹമ്മദ് നബിക്ക് നീ രക്ഷ കൊടുക്കണേ. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ, അല്ലാഹുവേ മുഹമ്മദ് നബിക്ക് നീ ബറക്കത്ത് കൊടുക്കണേ. ഇന്ന് നമ്മൾ ദ്വാരക്കണം. ഇബ്രാഹിം നബിക്കും അവിടുത്തെ അഹ്ലുകാർക്കും നീ ബറക്കത്ത് കൊടുത്തതുപോലെ, അവരെ നീ കാരുണ്യം ചെയ്തതുപോലെ, അവർക്ക് നീ രക്ഷ നൽകിയതുപോലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അഹ്ലുകാർക്കും നീ രക്ഷ കൊടുക്കണേ, നീ ബറക്കത്ത് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കും ഇന്ന് ളുഹറിന്. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. മഹാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റസൂലുള്ളാഹിക്ക് വേണ്ടി ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ 10 കൂലി. ഖുർആൻ 33-ാമത്തെ അധ്യായം സൂറത്ത് അഹ്സാബിലെ 56-ാമത്തെ ആയത്തിൽ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി രക്ഷക്കും സമാധാനത്തിനും പ്രാർത്ഥിക്കണം.
റസൂലുള്ളാഹിക്ക് രക്ഷ കിട്ടാൻ ഈമാനുള്ളവരെ നിങ്ങൾ ദ്വാരക്കണം. റസൂലുള്ളാഹിക്ക് സമാധാനം കിട്ടാൻ ഈമാനുള്ളവരെ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം. ആര് പറയുന്നു? അല്ലാഹ് പരിശുദ്ധ ഖുർആനിൽ ആ ആയത്ത് നമുക്ക് ഓതിത്തരുന്നു. ആര്? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹിക്ക് രക്ഷ കൊടുക്കാൻ നമ്മൾ ദ്വാരക്കണോ? റസൂലുള്ളാഹിക്ക് സമാധാനം കിട്ടാൻ നമ്മൾ ദ്വാരക്കണോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം, നമ്മൾ അങ്ങനെ ദുആ ചെയ്താൽ, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 കൂലി. അതെ, റസൂൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ എന്നിങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് 10 കൂലി കിട്ടും. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. അപ്പോൾ ഇതിന് വിരുദ്ധമായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിഞ്ഞോ അറിയാതെയോ റസൂലുള്ളയോട് പ്രാർത്ഥിച്ചു പോകുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കുന്ന, റസൂലുള്ളയെ പൂജിക്കുന്ന മഹാ അബദ്ധം മുസ്ലിം സമൂഹത്തിലുണ്ട്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? മുസ്ലിമീങ്ങളിൽ മുഹമ്മദ് നബി ആരാധിക്കുന്നവരുണ്ടെന്നോ, മുസ്ലിമീങ്ങളിൽ മുഹമ്മദ് നബിയെ പൂജിക്കുന്നവരുണ്ടെന്നോ എന്ന് സ്വാഭാവികമായും ഒരാൾക്ക് തോന്നും, കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമില്ലെങ്കിൽ. എങ്കിൽ അറിയുക, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞ് 300 വർഷങ്ങൾക്ക് ശേഷം, അഥവാ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം ദീനിന്റെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് സമൂഹം കൊണ്ടു നടക്കുന്ന പല പദ്യങ്ങളിലും ഗദ്യങ്ങളിലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കുന്ന വാചകങ്ങളുണ്ട്. 300 വർഷങ്ങൾക്ക് ശേഷം, ഹബീബിന്റെ മരണത്തിന് 300 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി അത് കണ്ടിട്ടില്ല. ആദ്യത്തെ 3 നൂറ്റാണ്ടുകാരും അത് വായിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്ന് ബോധ്യമായല്ലോ. അങ്ങനെ മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്ന ഒട്ടേറെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമുണ്ട്. ആ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കടന്നു വന്നപ്പോൾ അതത് കാലഘട്ടത്തിൽ ദീനിനെ സ്നേഹിക്കുന്ന പണ്ഡിതന്മാരും നേതാക്കന്മാരും പ്രവർത്തകന്മാരും അതിശക്തമായി ജനങ്ങളെ ആ വിഷയത്തിൽ ബോധവൽക്കരിച്ചു. കൃത്യമായി ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഒറ്റ ഉദാഹരണം പറയാം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന വരികൾ മൗലിദ് കിതാബുകളിൽ നമുക്ക് കാണാം. അത് മനസ്സിലാക്കാൻ ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമകളാണ് നമ്മളൊക്കെ എന്നും, ആ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹുവിന്റെ അടിമകൾ എന്ന് പറയേണ്ട സ്ഥാനത്ത് റസൂലുള്ളാഹിയുടെ അടിമകൾ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മൗലിദ് കിതാബുകളിൽ കാണാം. അബ്ദുക്കൽ മിസ്കീൻ യർജു ഫളലക്കൽ ജമ്മൽ ഗഫീർ. അബ്ദുക്കൽ മിസ്കീൻ യർജു, മുഹമ്മദ് നബിയെ അങ്ങയുടെ പാവപ്പെട്ട അടിമ ഇതാ യാചിക്കുന്നു. ഫളലക്കൽ ജമ്മൽ ഗഫീർ, അങ്ങയുടെ മഹത്തായ ഫളല് ഞങ്ങൾക്ക് തരണമേ. ആരാണ് പ്രാർത്ഥിക്കുന്നത്? റസൂലുള്ളാഹിയോട്. ഇത് ഇസ്ലാമിനെതിരാണ്, ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ബഹുമാന്യരായ സഹോദരിമാരും സഹോദരന്മാരും ഒന്ന് ശ്രദ്ധിക്ക്. നമ്മൾക്ക് പരിചയമുള്ള സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച പാരായണം ചെയ്യാൻ പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട അധ്യായം. ആ സൂറത്തുൽ കഹ്ഫിന്റെ 1-ാമത്തെ ആയത്ത് എന്താ? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് എന്ന് തുടങ്ങുന്ന 1-ാമത്തെ ആയത്ത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സ്തുതി. അല്ലദീ, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു എന്തിന്റെ പേരിലാണ് സ്തുതി? തന്റെ അടിമക്ക് കിതാബ് നൽകി അല്ലാഹുവിന് സ്തുതി. അപ്പോൾ അല്ലാഹ് പറയുന്നു മുഹമ്മദ് നബി അല്ലാഹുവിന്റെ അടിമ, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ അടിമ. സൂറത്തുൽ സുമർ അല്ലാഹു പഠിപ്പിക്കുന്നു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അതെ, മുഹമ്മദ് നബി എന്റെ അടിമകളോട് പറയണം, സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ അടിമകളോട് മുഹമ്മദ് നബിയെ പറയണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. ഇവിടെ അല്ലാഹ് പറഞ്ഞത് എന്റെ അടിമകളോട്. അപ്പോൾ നമ്മളൊക്കെ അല്ലാഹുവിന്റെ അടിമകളാണ്. അപ്പൊ റസൂലുള്ള അല്ലാഹുവിന്റെ അടിമ, റസൂലുള്ള അടക്കം നമ്മളൊക്കെ അല്ലാഹുവിന്റെ അടിമ. ഇത് ഖുർആനും ഹദീസും പഠിപ്പിക്കുമ്പോ ഈ ഖുർആനും ഹദീസും അവതരിച്ച് തീർന്നു ആ സന്ദേശം നമ്മളെ ഏൽപ്പിച്ച് റസൂലുള്ള പിരിഞ്ഞുപോയി 300 കൊല്ലത്തിന് ശേഷം പറയുന്നു നമ്മളൊക്കെ മുഹമ്മദ് നബിയുടെ അടിമകൾ. അംഗീകരിക്കാൻ പറ്റുമോ?
ഞാനും നിങ്ങളും മുഹമ്മദ് നബിയുടെ അടിമകളാണെന്ന് മൗലിദ് പറയുന്നു. ഞാനും നിങ്ങളും റസൂലുള്ള അടക്കം അല്ലാഹുവിന്റെ അടിമകളാകുന്നു എന്ന് ഖുർആനും ഹദീസും പറയുന്നു. നമ്മൾ ഇത് സ്വീകരിക്കണം. അവിടെയാണ് ഈ അഭിപ്രായ വ്യത്യാസം നമ്മൾ പരിഹരിക്കേണ്ടത്. തീർച്ചയായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓതിത്തന്നു. അതെ, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾക്കിടയിൽ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹ്, ആ അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയത്തെ നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കണം, അവന്റെ പ്രവാചകനിലേക്ക് മടക്കണം. അതാണ്. ആർക്കാ ഇങ്ങനെ മടക്കാൻ കഴിയുക? ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിലും പരലോകത്തിലുമാണ് വിശ്വസിക്കുന്നതെങ്കിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയത്തെ നിങ്ങൾ അല്ലാഹുവിലേക്കും പ്രവാചകനിലേക്കും മടക്കും. ദുനിയാവാണ് നല്ലതെങ്കിൽ ആളുകൾ പോകുന്നത് പോലെ പോയിക്കോട്ടെ. ഇനി നമ്മൾ അത് പറഞ്ഞിട്ടൊരു വിഷമവും പ്രയാസവും ഒന്നും വേണ്ട. നമ്മൾ എന്തിനാ വേറുള്ള കാര്യത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടാകുന്നത് എന്ന് പറയും. ദുനിയാവാണ് വലുതെങ്കിൽ കുടുംബബന്ധം, ആദർശത്തിന്റെ പേരിൽ കുടുംബത്തിൽ തകരാറ് വരാം, അഥവാ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. കുടുംബബന്ധം തന്നെയാണ്. ഉപ്പ തന്നെ, ഉമ്മ തന്നെ, ജ്യേഷ്ഠൻ തന്നെ, അനിയൻ തന്നെ, സംശയമില്ല. പക്ഷെ ആശയപരമായി അഭിപ്രായ വ്യത്യാസം വന്നാൽ ജ്യേഷ്ഠന് വേണ്ടി, അനിയന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രശ്നമില്ല. കാരണം എന്താണ്? ഇത് പരലോകത്തിന്റെ വിഷയമാണ്. അതാണ്, നിങ്ങൾ അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തെ അല്ലാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും മടക്കണം. മാത്രമല്ല, അങ്ങനെ നിങ്ങൾ ചെയ്താൽ ദാലിക ഖൈറുൻ, അതാണ് നിങ്ങൾക്ക് ഉത്തമം. വഅഹ്സനു തഅ്വീലാ, ഏറ്റവും നല്ല പര്യവസാനം അതാണ്. വിഷയത്തിന്റെ ഏറ്റവും അന്തിമ പോയിന്റിൽ നിങ്ങൾക്ക് രക്ഷ കിട്ടുക അവിടെയാകുന്നു. അപ്പോൾ നമ്മളൊരു ഉദാഹരണം ഇവിടെ എടുത്തു. ഖുർആൻ പറയുന്നു, ഹദീസ് പറയുന്നു, ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ അടിമ. നമ്മൾ വുളൂ ചെയ്തു പറയുന്നു അബ്ദുഹു വ റസൂലുഹു, അല്ലാഹുവിന്റെ പ്രവാചകനും അല്ലാഹുവിന്റെ അടിമയും അല്ലാഹുവിന്റെ പ്രവാചകനുമാകുന്നു. അബ്ദുഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ, അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനുമാകുന്നു എന്ന് നാം റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥനയിലൂടെ പറയുമ്പോൾ, ദിക്റിലൂടെ പറയുമ്പോൾ, 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം നല്ലതല്ലേ, മദ്ഹല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കള്ളത്തൊരീക്കത്തുകാർ കൊണ്ടുവന്ന മൗലിദിൽ നമ്മൾ കാണുന്നു അബ്ദുക്കൽ മിസ്കീനു യർജു, മുഹമ്മദ് നബിയെ അങ്ങയുടെ പാവപ്പെട്ട അടിമയിതാ യാചിക്കുന്നു. എന്താ യാചിക്കുന്നത്? ഫളിലക്കൽ ജമ്മൽ ഗഫീർ, അങ്ങയുടെ മഹത്തായ ഫളിൽ ഞങ്ങൾക്ക് തരണമേ. അപ്പൊ ഫളിൽ കിട്ടാൻ, അനുഗ്രഹം കിട്ടാൻ ആരോടാ പ്രാർത്ഥിക്കുന്നത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. എന്നാൽ ഇത് ഏതൊരു വീട്ടിൽ വെച്ചാണോ ഫളിൽ തരണേ മുഹമ്മദ് നബിയെ എന്ന് മുഹമ്മദ് നബിയെ ആരാധിക്കുന്നത്? ഒരു പക്ഷേ ആ വീടിന്റെ ചുമരിന്മേൽ ഒരു പക്ഷേ ചെറിയ ഒരു ഫ്രെയിം ചെയ്തു വെച്ച ബോർഡ് ഉണ്ടാകും. എന്താ ബോർഡിലുള്ളത്? ഹാദാ മിൻ ഫളിൽ റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഫളിലാകുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അള്ള അനുഗ്രഹങ്ങൾ കൊടുത്തതിനെ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞതാ ഹാദാ മിൻ ഫളിൽ റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഫളിലാണ്. ആ ആയത്തിന് അങ്ങോട്ട് തട്ടിയിട്ട് മുഹമ്മദ് നബിയെ ഫളിൽ തരണേ. അപ്പം നമ്മുടെ വീട്ടിൽ വെച്ച് വെള്ളവസ്ത്രം ധരിച്ച് പായ വിരിച്ചു കൊടുത്ത് തലേണ വെച്ചു കൊടുത്ത് മുഹമ്മദ് നബിയെ പൂജിക്കുന്നു. അബ്ദുക്കൽ മിസ്കീനു യർജു ഫളിലക്കൽ ജമ്മൽ ഗഫീറു. ഇതിന്റെ അർത്ഥം നമുക്കറിയില്ല. കാര്യമായിട്ട് എന്തോ ചൊല്ലി ഒച്ചൊന്നുണ്ടാക്കല്ലേ, ഭക്ഷണമൊക്കെ വേഗം ഉണ്ടാക്കേ, അത് കഴിയുമ്പോഴേക്കും നമുക്കൊരു ഭക്ഷണമൊക്കെ കൊടുക്കണം, വലിയ കാര്യപ്പെട്ടെന്തോ പറയാണ്. കാര്യപ്പെട്ടത് പറയല്ല, മുഹമ്മദ് നബിയെ ആരാധിക്കുകയാ, മുഹമ്മദ് റസൂലുള്ളയെ തള്ളിപ്പറയുകയാ, റസൂലുള്ളയെ നിന്ദിക്കുകയാ, റസൂലുള്ളയെ അപമാനിക്കുകയാ. റസൂലുള്ള പഠിപ്പിച്ചു അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, തന്റെ അടിമക്ക് കിതാബ് നൽകിയ അല്ലാഹുവിന് സ്തുതി എന്ന് പറഞ്ഞതിന് നേരെ എതിര് മുഹമ്മദുൻ റസൂലുള്ള അല്ലാഹുവിന്റെ അടിമ എന്ന് പറയുമ്പോൾ
ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എന്റെ അടിമകളെ എന്ന്, അല്ലാഹുവിന്റെ അടിമകളാണ് റസൂലുള്ള ഉൾപ്പെടെ നമ്മളെല്ലാവരും എന്ന ഖുർആനിന്റെ ആയത്തിനെ തള്ളിക്കൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കുട്ടികൾക്ക് അബ്ദുള്ള എന്ന് പേരിടണം. എന്താ സഹോദരിമാരെ അബ്ദുള്ളാന്റെ അർത്ഥം? അല്ലാഹുവിന്റെ അടിമ, അല്ലെങ്കിൽ അബ്ദുർ റഹ്മാൻ, റഹ്മാന്റെ അടിമ. റസൂലുള്ളാഹി സ്വയം പറഞ്ഞു, ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ഇതൊക്കെ ഹബീബിന്റെ തിരുനാമം കൊണ്ട് പറഞ്ഞതാ. കുട്ടികൾക്ക് അബ്ദു മുഹമ്മദ് എന്ന് പേരിടാനല്ല, അബ്ദുള്ള എന്ന് പേരിടാൻ, അല്ലേ? എന്നിട്ട് ആ റസൂലുള്ളയെ മദ്ഹ് ചെയ്യുക, ബഹുമാനിക്കുക, ആദരിക്കുക എന്ന പേരിൽ ഇതാ മുഹമ്മദുൻ റസൂലുള്ളയോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നു. അത് നമ്മുടെ വീട്ടിൽ വെച്ച്, നാട്ടിൽ വെച്ച്, പള്ളിയിലെ മൈക്ക് ഉപയോഗിച്ച്, അല്ലേ? ഇവിടെയാണ് ഈ അഭിപ്രായ വ്യത്യാസം. നമ്മൾ എന്തു ചെയ്യും? നമ്മുടെ ജ്യേഷ്ഠന്റെ വീട്ടിൽ മൗലിദുണ്ട്, നമ്മുടെ തറവാട്ടിൽ മൗലിദുണ്ട്, നമ്മുടെ വീട്ടിൽ മൗലിദുണ്ട്. നമ്മളത് ശരിയല്ല എന്ന് മനസ്സിലാക്കി നമ്മൾ എന്തു ചെയ്യും? അവർ പിണങ്ങുമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ അള്ള പിണങ്ങുന്നത് നമുക്ക് പ്രശ്നമല്ലേ? നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗലുൽ കൗസർ മുക്കിക്കൊടുക്കുമ്പോൾ സുഹകൻ സുഹകാ, ദൂരെ ദൂരെ എന്ന് പറയുമ്പോ നമ്മൾ ദൂരെയായി പോകുന്നത് നമുക്ക് പ്രശ്നമല്ല. നമുക്ക് പ്രശ്നം നമ്മുടെ ജ്യേഷ്ഠൻ തെറ്റരുത്, നമ്മുടെ അമ്മോശൻ തെറ്റരുത്, നമ്മുടെ ഉപ്പ തെറ്റരുത് എന്നാണോ നമ്മൾ നമ്മളോട് ചോദിക്കണം. അവിടെയാണ് ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല തന്നെ. ഏതുവരെ? ഹത്താ അകൂന അഹബ്ബ ഇലയ്യ മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മക്കളെക്കാൾ, നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെക്കാൾ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവനാകുന്നതുവരെ. അപ്പൊ നമ്മുടെ ഭാര്യയെക്കാൾ നമുക്കിഷ്ടം അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും ആയിരിക്കണം. കാരണം നമുക്ക് ഇസ്ലാം നൽകിയത് അല്ലാഹുവാണ്. ആ സന്ദേശം എത്തിച്ചു തന്നത് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മുടെ ജ്യേഷ്ഠനോട് നമുക്ക് പറയണം, സുഹൃത്തിനോട് പറയണം, അയൽവാസികളോട് പറയണം, സുഹൃത്തേ, നീ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുന്നത് കടും വിഷമാണ് കേട്ടോ. കടിച്ചാൽ അപ്പോൾ മരിച്ചു പോകുന്ന സൈനൈഡാണത്. നരകത്തിൽ നേരെ എത്തിച്ചേരുന്ന പച്ച ശിർക്കാണത്. ഖുർആനിനെതിരാണത്, ഹദീസിനെതിരാണത്. അപ്പോൾ ഒരുപക്ഷെ ആദ്യം ദേഷ്യം പിടിച്ചാലും പിന്നീട് ഒരു പക്ഷേ ചിന്തിക്കാൻ കാരണമായേക്കാം, ആ പറഞ്ഞത് ശരിയാണോ, ആ പറഞ്ഞത് ശരിയാണോ? അല്ല 300 വർഷത്തിനാ, അത് ഞാനും കേട്ടിട്ടുണ്ട്. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. മലിക്കുൽ മുളഫർ ധീരനായൊരു രാജനാ, മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ. അത് ശരിയാ, മൗലിദ് അംഗീകരിക്കുന്നവർ തന്നെ പാട്ട് പാടിയിട്ടുണ്ട്. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ല. അപ്പൊ മുമ്പ് പതിവില്ല. പിന്നെ എപ്പോഴാ വന്നത്? ഹിജ്റ 300 ശേഷം വന്നതാ. ഹിജ്റ 300 എന്ന് പറഞ്ഞാൽ റസൂലുള്ള വഫാത്തായി 290 കൊല്ലത്തിന് ശേഷം. സഹോദര ഒന്ന് ചിന്തിക്ക്, സഹോദരി ഒന്ന് ചിന്തിക്ക്. മഹാനായ റസൂലുള്ളയുടെ തിരുനാമം കൊണ്ട് പറയാത്ത ഒരു വാക്ക് നമ്മൾ ദീന്റെ പേരിൽ ഉച്ചരിക്കണോ? സ്വഹാബത്ത് പറയാത്തൊരു വാക്ക് നമ്മൾ ഉച്ചരിക്കണോ? എന്നാൽ ഷറഫലാം അനാമൂലിതും മങ്കൂസ് മൂലിതും അതുപോലെയുള്ള പുതുതായി വന്നിട്ടുള്ള എല്ലാം മഹാനായ റസൂലുള്ളാഹിക്ക് ശേഷം വന്നതാണ്, സ്വഹാബാക്കൾക്ക് ശേഷം വന്നതാണ്. നമുക്ക് പഴയത് മതി, പുതിയതൊന്നും വേണ്ട. അതുകൊണ്ട് ഇതൊക്കെ കൊണ്ടു നടക്കുന്നവർ പുത്തൻവാദികളാകുന്നു, പുത്തൻ ആചാരങ്ങൾ കൊണ്ടുവന്നവരാകുന്നു. അത്ഭുതം എന്താണെന്നറിയോ? പുത്തൻ ആചാരമൊന്നും വേണ്ട എന്ന് പറയുന്നവര് പുത്തൻവാദികളാണ് അത്രേ. അതെനിക്ക് ഒരിക്കലും മനസ്സിലാകുന്നില്ല. അങ്ങനെയായിത്തീരുന്നത്? പുത്തനായി വന്നതൊന്നും നമുക്ക് വേണ്ട, നമുക്ക് വളരെ മുമ്പുള്ളത് മതി. ആദം നബി അലൈഹിസ്സലാം വിളിച്ചത് റബ്ബിനെയാണ്. ആ റബ്ബിനെ മാത്രം നമ്മൾ വിളിച്ചതെന്ന് ഓൻ പുത്തൻവാദിയാണ്. ആദം നബിന്റെ കാലത്തുള്ള വാദം പറയുന്നല്ലോന് ഓൻ പഴയ വാദിയല്ലേ? മഹാനായ റസൂലുള്ള മൗലിദ് ഓതിയിട്ടില്ല, അല്ലെങ്കിൽ മൗലിദ് അന്ന് ഉണ്ടായിട്ട് പോലുമില്ല, അന്ന് കുത്തുബിയത്തുണ്ടായിട്ടില്ല,
അന്ന് നാരിയ സ്വലാത്ത് ഉണ്ടായിട്ടില്ല, അന്ന് താജ് സ്വലാത്ത് ഉണ്ടായിട്ടില്ല, അന്ന് ബദർ മൗലൂദ് ഉണ്ടായിട്ടില്ല. ആ റസൂലുള്ളാഹിക്കും സ്വഹാബത്തിനും പരിചയമില്ലാത്ത ഇതൊന്നും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അത് പഴയ വാദമാണ്, അത് പഴയതിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതല്ലേ ശരി? ന്യായം അതല്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, പഴയതിലേക്ക് തിരിച്ചു പോകണം. ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം, അതാണ് വിജയത്തിന്റെ മാർഗം. അതാണ് സലഫി പ്രസ്ഥാനം പറയുന്നത്. പുതിയ യാതൊരു ആശയവുമല്ല, നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോകണം. ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് നമ്മൾ മഹാനായ റസൂലുള്ളയെ ആരാധിച്ചാൽ, റസൂലുള്ളയോട് പ്രാർത്ഥിച്ചാൽ നാളെ പരലോകത്ത് നാം അവരെ വേർതിരിച്ചു കളയും. അതെ, നമ്മൾ ആരെ വിളിച്ചു പ്രാർത്ഥിച്ചുവോ അവർ ഒരു ഭാഗത്തും നമ്മൾ മറുഭാഗത്തും. എന്നിട്ട് അവർ പറയും അവർ ഞങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല, ഞങ്ങൾക്കറിയില്ല എന്നവർ പറയും. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ സൂറത്തുൽ മാഇദ എടുത്ത് പരിശോധിക്കുക. സൂറത്തുൽ മാഇദ 5-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ നാളെ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുന്ന ഒരു രംഗം കാണാം. അവിടെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു ചോദിക്കുന്നു, നീ പറഞ്ഞിരുന്നോ ഈ ജനങ്ങളോട് നിന്നെയും നിന്റെ ഉമ്മയെയും ആരാധിക്കാൻ? അപ്പോൾ എന്താ ഈസാ നബി സുബ്ഹാന, അല്ലാഹുവേ നീ മഹാപരിശുദ്ധനാണ്, എനിക്ക് ന്യായമില്ലാത്തത് ഞാൻ പറയുകയോ? ഞാൻ അറിയില്ല. ഈസാ നബി അലൈഹിസ്സലാം സ്വർഗത്തിലേക്ക്, ഈസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചു പ്രാർത്ഥിച്ചവർ നരകത്തിലേക്ക്. ഇതേപോലെ റസൂലുള്ളയെ വിളിച്ചു പ്രാർത്ഥിച്ചവരും റസൂലുള്ളയും വരും, ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചവരും ബദരീങ്ങളും വരും. ചോദിക്കും ബദരീങ്ങളോട്, നിങ്ങൾ പറഞ്ഞിരുന്നോ ഇവരോട് നിങ്ങളെ വിളിക്കാൻ? അവർ പറയും, ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ബദരീങ്ങൾ സ്വർഗത്തിലേക്ക്, ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചവർ നരകത്തിലേക്ക്. നമ്മുടെ ആഗ്രഹം എന്താ? ബദരീങ്ങളോടൊപ്പം സ്വർഗത്തിൽ പോകണം. അല്ലാഹു നമുക്കൊരു തൗഫീഖ് നൽകുമാറാകട്ടെ. ബദരീങ്ങളോടൊപ്പം സ്വർഗത്തിൽ പോകണമെങ്കിൽ ബദരീങ്ങളെ തള്ളിപ്പറയുന്ന ഒരു വാക്ക് പറയാൻ പാടില്ല, ബദരീങ്ങളെ തള്ളിപ്പറയുന്ന ഒരു സംസാരം ഉണ്ടാകാൻ പാടില്ല, ബദരീങ്ങളെ തള്ളിപ്പറയുന്ന ഒരു നിലപാടുണ്ടാകാൻ പാടില്ല. കാരണം ബദരീങ്ങളുടെ നേതാവ് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് ബദരീങ്ങളെ സ്നേഹിക്കാത്തവർക്ക് സ്വർഗമില്ല, ബദരീങ്ങളെ സ്നേഹിക്കാത്തവരുടെ ഇടം നരകമാണ്. ആ മഹാന്മാരായ ബദരീങ്ങളെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ എന്നെ ഇത്തിബാ ചെയ്യണം. ബദരീങ്ങളുടെ നേതാവ് റസൂൽ പറയുകയാണ്, നിങ്ങൾ എന്നെ അനുസരിക്കണം. അപ്പോൾ ബദരീങ്ങളെ മഹാന്മാരെ സ്നേഹിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അവർ ജീവിച്ചതുപോലെ, അവർ നിർദ്ദേശിച്ചതുപോലെ റബ്ബിന്റെ ദീനനുസരിച്ച് ജീവിക്കലാണ്. എങ്കിൽ സഹോദരന്മാരെ, സഹോദരിമാരെ, ബദർ യുദ്ധമാകുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്കറിയാവുന്നതുപോലെ 3 ഇരട്ടിയോളം സൈന്യം മറുഭാഗത്തുണ്ട്. മുശ്രിക്കുകളുടെ ഭാഗത്ത് 1000-ഓളം ആളുകളുണ്ട്. ഇഷ്ടംപോലെ കുതിരകളുണ്ട്, ഒട്ടകമുണ്ട്, ആൾബലമുണ്ട്, ആയുധമുണ്ട്. എന്നാൽ പടച്ചവൻ കൽപ്പന പറയുന്നു, വിശ്വാസികളോട് യുദ്ധത്തിനൊരുങ്ങണം. ഈ ഭാഗത്ത് 300-ൽ പരം മാത്രം ആളുകൾ, ഒട്ടിയ വയർ, മുറിഞ്ഞ വാൾ, ഒറ്റപ്പെട്ട ഒട്ടകവും കുതിരയും, ആൾബലം കുറവ്, ദാരിദ്ര്യത്തിന്റെ കാലഘട്ടം. ഇപ്പുറത്ത് പെട്ടെന്ന് നോക്കിയാൽ ദുർബലത. പക്ഷേ അല്ലാഹു പറയുന്നു, വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. തീർച്ചയായും ബദറിൽ വെച്ച് നാം നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്, നിങ്ങൾ ദുർബലരായിരിക്കെ. അതെ, സത്യവിശ്വാസികൾ ദുർബലരായിരിക്കെ റബ്ബ് സഹായിച്ചിട്ടുണ്ട്. ഈ യുദ്ധത്തിന് പോകുമ്പോൾ മഹാന്മാരായ ബദരീങ്ങൾക്ക് യുദ്ധത്തിൽ വിജയിച്ചു കിട്ടണം. അവരുടെ ചിന്തിച്ചു നോക്കിയിട്ട് ഒരിക്കലും യുദ്ധത്തിൽ വിജയിക്കൂല, ആളുമില്ല, ആയുധമില്ല. പക്ഷേ അവർക്കൊരു പ്രതീക്ഷയുണ്ട്, വിജയിപ്പിക്കേണ്ടത് റബ്ബല്ലേ. അവർ ബദർ യുദ്ധത്തിൽ പരാജയപ്പെടുക എന്ന മുസീബത്ത് രക്ഷപ്പെടാൻ മഹാന്മാരായ ബദരീങ്ങൾ ആരോട് തേടി? കഴിഞ്ഞുപോയ ഇബ്രാഹിം നബിയെ വിളിച്ചിട്ട്, ഇബ്രാഹിം നബിയെ, ഞങ്ങളിതാ യുദ്ധത്തിന് പോവുകയാണ്, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞോ? ഇസ്മായിൽ നബിയെ വിളിച്ചോ? നൂഹ് നബി അലൈഹിസ്സലാമിനെ വിളിച്ചോ? ഇല്ലല്ലോ. എന്ത് ചെയ്തു മഹാന്മാരായ ബദരീങ്ങൾ? എന്ത് ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. 8-ാം അധ്യായത്തിൽ 9-ാമത്തെ ആയത്തിൽ, സൂറത്ത് അൻഫാലിലെ 9-ാമത്തെ ആയത്തിൽ കാണാം,
ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ തേടിയ, സഹായം തേടിയ സന്ദർഭം അപ്പോൾ ബദരീങ്ങൾ വിളിച്ചു, റബ്ബേ കാക്കണേ, റബ്ബേ യുദ്ധത്തിൽ വിജയിപ്പിക്കണേ എന്ന്. അപ്പോൾ അറിയുക, മഹാന്മാരായ ബദരീങ്ങൾക്കൊരു മുസീബത്ത് വന്നപ്പോൾ മുസീബത്ത് നീങ്ങിക്കിട്ടാൻ മഹാന്മാരായ ബദരീങ്ങൾ റബ്ബിനോട് തേടി. ഇപ്പുറത്ത് മുശ്രിക്കുകൾ വിഷമങ്ങളും പ്രയാസങ്ങളും നീങ്ങിക്കിട്ടാൻ ഇബ്രാഹിം നബിയോട് തേടുന്നവരാണ്, ഇസ്മായിൽ നബിയോടും ലാത്തയോടും ഉസ്സയോടും സഹായം തേടുന്നവരാണ്.